കേരളത്തിലെ വിവിധ നഗരപ്രദേശങ്ങളിൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ഗൂഢസംഘമുണ്ട്, ഒരു മാഫിയ സംഘമുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പ്രധാന നഗരമായ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട്ടും കണ്ണൂരും അടക്കം ഈ ഒരു മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു. മാഫിയയുടെ പേര് മാലിന്യ മാഫിയ എന്നാണ്. അതായത് ഈ ഇറച്ചിക്കടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമൊക്കെ മാലിന്യം ശേഖരിച്ച് അതിന് പണം വാങ്ങുന്നുണ്ട്. ശേഖരിച്ച് റോഡിലും തോട്ടിലും ഒക്കെ തള്ളുന്ന ഗുണ്ടാ സംഘങ്ങളാണ് ഈ മാലിന്യ മാഫിയയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർ വലിയ തുക ഈ ഹോട്ടലുകളിൽ നിന്ന്, വലിയ ഹോട്ടലുകളിൽ നിന്ന്, സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ഒക്കെ തന്നെ ഈടാക്കുന്നുണ്ട്. ഇവർ ഈ മാലിന്യം കൃത്യമായി സംസ്കരിക്കാതെ അല്ലെങ്കിൽ ഇവിടുത്തെ മാലിന്യ പ്ലാന്റുകളിൽ എത്തിക്കാതെ റോഡിലും അവിടെയും ഇവിടെയും തള്ളുകയാണ്. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് അതിപ്പോൾ വൃത്തിയാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ. അദ്ദേഹം അത് പറയുകയും ചെയ്തു. അതുപോലെ തിരുവനന്തപുരം നഗരത്തിന്റെയും എറണാകുളം നഗരത്തിന്റെയും ഒക്കെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം ഇങ്ങനെ കുന്നുകൂടുകയാണ്. ഇതിങ്ങനെ കൊണ്ട് ഇടുകയാണ്. ഇത് വൃത്തിയാക്കാൻ വരുന്നവരെ അല്ല ഇത് തടയാൻ വരുന്നവരെ ആക്രമിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ ഗുണ്ടാ സംഘങ്ങൾ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെയും ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി കൂടിയാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുക തന്നെ വേണം. നഗരവും നഗരപ്രദേശങ്ങളും, അതായത് പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തന്നെ ചീഞ്ഞു നാറുകയാണ്. വഴിയിലൂടെ നടക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ ഭക്ഷിക്കാനായി കാക്കകളും അതുപോലെ തെരുവ് നായ്ക്കളും മറ്റ് മൃഗങ്ങളുമൊക്കെ വരുന്നു. അതും ജനങ്ങൾക്ക് ശല്യമാകുന്നു. രോഗങ്ങൾ പരക്കുന്നു. ഇപ്പോൾ ഈ മഴക്കാലമായതോടുകൂടി തന്നെ വ്യാപകമായി ഡെങ്കിപ്പനി പോലുള്ള മാരക രോഗങ്ങൾ, കൊതുകൊക്കെ പെറ്റുപെരുകി മാരക രോഗങ്ങളാണ് കുട്ടികൾക്കടക്കം വിവിധ ആശുപത്രികളിലൊക്കെ തന്നെ നിറച്ചും രോഗികളാണ്. ഈ മാലിന്യ മാഫിയ മാലിന്യം വൃത്തിയാക്കാൻ അല്ലെങ്കിൽ മാലിന്യം കൃത്യമായി സംസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല, അത് നീക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ കൊണ്ടിടുന്നത് തടയുന്നവരെ ആക്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അനുഭവേദ്യമാകുന്നത് എന്നുള്ളതാണ് ചില സാംസ്കാരിക പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ പറയുന്നത്. എല്ലായിടത്തും CCTV ഒക്കെ തന്നെ വച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങൾ അനുസരിച്ചാണ് മാലിന്യം കൊണ്ടിടുന്നത് തടയാൻ ശ്രമിച്ച ആളുകളെ ഈ സംഘങ്ങൾ, മാലിന്യ മാഫിയ ആക്രമിക്കുന്നു. ഇവർക്ക് പിന്നിലാരാണ് അല്ലെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ വലിയ ധാരണയില്ല. എന്നാൽ പോലും ഇത് വ്യാപകമായി, പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയിലാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വിഷയത്തിൽ ഭരണസമിതി, അതായത് കോർപ്പറേഷൻ ഭരണസമിതി മേയറുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ തലസ്ഥാനത്ത് വിവിധ ചുമതലകൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയൊക്കെ തന്നെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. സർക്കാർ, UDF സർക്കാർ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ട് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. പോലീസിനെ ഉപയോഗിക്കണമെങ്കിൽ, പോലീസിന്റെ സേവനം തേടണമെങ്കിൽ തീർച്ചയായിട്ടും തേടണം എന്ന് തന്നെയാണ് ഈ ഒരു പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. അതുപോലെ സാധാരണക്കാരായ സ്ത്രീകൾ വെളുപ്പിനെ ഇതൊക്കെ തന്നെ മാറ്റുന്നു, അവരെയും ഭീഷണിപ്പെടുത്തിയതായുള്ള ചില റിപ്പോർട്ടുകളുമുണ്ട്. ഈ ഹരിതകർമ്മസേന സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ അവരെ വെളുപ്പിനെ 5 മണിക്കും 6 മണിക്കുമൊക്കെ വന്ന് നഗരപ്രദേശങ്ങളൊക്കെ അടിച്ചു വാരുകയും ഇതുപോലെ മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ മാലിന്യം കൊണ്ടിടുന്നത് തടയുകയും ഒക്കെ ചെയ്യും, അവരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ കൂടി, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഈ വൃത്തിയാക്കുന്ന പ്രവർത്തകരെ ചീത്ത വിളിക്കുന്ന, അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റികളുടെയും ഒക്കെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം കൂടിയാണ് ഇത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം. പോലീസിനെ അറിയിക്കണമെങ്കിൽ അത് അറിയിച്ച് വേണ്ട നിയമ നടപടികൾ ചെയ്യണം. ഈ മാലിന്യ മാഫിയ ഗുണ്ടാ സംഘങ്ങളെ ഇനിയും വളരാൻ അനുവദിച്ചാൽ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ നഗരങ്ങളിൽ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ അതൊക്കെ തന്നെ മാറും, രോഗങ്ങൾ പകർന്നു പിടിക്കും, അതുപോലെ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ഈ മാഫിയ ഗുണ്ടാ സംഘങ്ങളെ ഒതുക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളേണ്ടതാണ്.